ഗൈസ്, അപ്പോൾ നമ്മളാണെങ്കിൽ ഫൈനലി നമ്മുടെ ഈ വീട്ടിൽ നിന്ന് മാറാൻ പോണേണ്. നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് മാറാൻ പോണേണ്. അതിൻ്റെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വീട് സിറ്റുവേറ്റഡ് ആയിരിക്കുന്ന സ്ഥലമാണ്. സ്ഥലമെന്ന് വെച്ചാൽ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്കൊന്ന് പോകാം. അങ്ങോട്ടെന്ന് വെച്ചാൽ കുറച്ച് ദൂരമുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കാറിന് പോകണമെങ്കിൽ ഇത്തിരി നേരം പിടിക്കും. തൽക്കാലം നമുക്കിപ്പോൾ പോവാം. പക്ഷേ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇച്ചിരി കൂടി വേഗം എത്തും. പക്ഷെ നമുക്ക് ഈ റോഡിൽ കൂടെ പോകണ വഴിയോ അറിയണമല്ലോ. ഗൈസ് കണ്ട, ബീച്ചിൽ കടലിന് അടുക്കാണ് നമ്മുടെ ഈ വീട് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് നമുക്കൊന്ന് കയറ്റാൻ വേണ്ടി എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. വീടെന്ന് വെച്ചാൽ പൊളിപ്പം വീടാണ്ട. അപ്പോൾ നമുക്ക് ഇനി നാളെ സാധനങ്ങളൊക്കെ എടുത്ത് ഈ വീട്ടിലേക്ക് വരാം. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ വീടൊന്ന് ഫുൾ ചുറ്റി കാണാം. പിന്നെ ഇവിടെ ബോട്ടിനൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിനൊക്കെ പാർക്ക് ചെയ്യാം നമുക്കിപ്പോൾ വണ്ടി വളക്കാം. വണ്ടി അങ്ങനെ വളഞ്ഞ് അടുത്ത പണി ഗൈസ്. വണ്ടിയാണെങ്കിൽ രണ്ട് അപ്പുറത്തെ ഗൈസ് ഇന്നൊക്കെ എടുക്കാൻ പറ്റില്ല. എടുക്കണേ വല്ല ക്രെയിൻ വിളിക്കേണ്ടി വരും. ഇപ്പം നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം, അതാണ് നല്ലത്. എങ്ങനെ വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും വെള്ളത്തിലേക്ക് പോകും. എനിക്കാണെങ്കിൽ വലിയതായിട്ട് നീന്താന്ന് അറിയില്ല. ഓവർ ആഴമൊക്കെ ഉണ്ടെങ്കിൽ പണി കാണും. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, പതുക്കെ പോയി ഒന്ന് നീന്താം. അതായത് നമുക്ക് നീന്തിയിട്ട് നേരെ വല്ല ലിഫ്റ്റ് അടിച്ച് ഈ വീട്ടിൽ പോകട്ടെ. അപ്പോൾ കണ്ട, ഇവിടെ വലിയ ആഴമൊന്നുമില്ല. അങ്ങോട്ട് പോയാൽ നല്ല ആഴമുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം ആഴമുണ്ട്. പക്ഷേ ഞാൻ ഒരു കണക്കിന് പേടിച്ചിട്ടാണ് ഈ നീന്തണത്. ഇപ്പോൾ നമുക്ക് നേരെ കരയിലേക്ക് കയറാണ്ട് നമുക്ക് വല്ല വണ്ടി ലിഫ്റ്റ് അടിച്ച് പോകട്ടെ, അതാണ് നല്ലത്. 2000 years later. നമ്മളാണെങ്കിൽ ഒരു കാറിന് ലിഫ്റ്റ് വെച്ചായിരുന്നു. അപ്പോൾ അയാളാണെങ്കിൽ നമ്മുടെ വീട്ടിലാക്കി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകാണ്ട് നമ്മൾ പോയ വഴി തന്നെ ഉണ്ടോ. അപ്പോൾ അയാൾ ആക്കി തരാനാണ് പറഞ്ഞത്. പക്ഷേ ഇത് ശരിക്കും സ്പോർട്സ് കാർ. അയാളായി നല്ല സ്പീഡിലുമാണ് പോണത്. നല്ല സ്പീഡുണ്ട് ഈ വണ്ടിക്ക്. വണ്ടി വെച്ചാൽ നല്ല സ്പീഡുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്ന വഴി നല്ല സ്പീഡ് ചെറുതായിട്ട് വണ്ടി ഒരന്നായിരുന്നു വന്ന വഴി. അതാണ് ഡോറിൻ്റെ ലോക്കൊക്കെ പോയത്. ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടിൽ പോയി റെസ്റ്റൊക്കെ എടുത്ത് കിടക്കാം. അതല്ലാണ്ട് നാളെ രാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോവാം. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നേരെ പോയി ഒന്ന് കുളിക്കാം കേട്ടോ. കുളിക്കാൻ മാത്രമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കുളിക്കണത്. ഈ സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് നീന്തും. അപ്പോൾ ഒന്ന് നീന്തി ഒന്ന് ഫ്രഷാകാം. ഈ സ്വിമ്മിംഗ് പൂളിൽ സത്യം പറഞ്ഞാൽ ആഴമൊന്നുമില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഇവിടെ നിൽക്കുക, അത്രയുള്ള ആഴമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോയിന്ന് ഡ്രസ്സൊക്കെ മാറി സെറ്റാകാം. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ നമ്മുടെ ഫോർച്യൂണറാണെങ്കിൽ കൊണ്ടുവന്നായിരുന്നു കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. ഇപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ആദ്യം ഒരു കാര്യം ചെയ്യാം ഡേയ്സ്, നമുക്ക് അവരെ വിളിച്ചറിയാം. വേറെ ആരെയല്ല, നമ്മുടെ ഈ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകണത്. കാരണം വെറുതെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണ്ടേ. അപ്പോൾ നമുക്കിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. അവരാണെങ്കിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നോളും. അപ്പോൾ വീട്ടിലേക്ക് ഇപ്പം നമുക്ക് ആ ഷോർട്ട് കട്ട് വഴി പോവാം. ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ സൈഡിൽ കാണുന്ന ബിൽഡിങ്ങും അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ പോകേണ്ടത് അങ്ങോട്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഫൈനലി നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വണ്ടിയാണെങ്കിൽ അവിടെ സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്യുക. വലിയ ഡ്രിഫ്റ്റിംഗ് ഒന്നുമല്ല, ചെറുതായിട്ടേ ഉള്ളൂ.